വലിയ സ്ട്രഗിള് നടത്തിയിട്ടാണ് ഗേറ്റ് അടക്കുന്നത്. ഈ ഗേറ്റ് തുറക്കുന്ന സമയത്ത് എനിക്ക് നിയന്ത്രിക്കാനാകാത്ത ആൾക്കൂട്ടം എന്ന വാക്കാണ് ഉള്ളിൽ വരുന്നതെങ്കിൽ, പക്ഷേ വളരെ പെട്ടെന്ന് അതിനകത്തൊരു താളം, അതിനകത്ത് ആളുകളെ കടത്തിവിടുന്നതിന് നമ്മൾ കാണുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന വിഷ്വലാണത്. പക്ഷേ അതിനകത്ത് അവരൊരു ഒരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനകം എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആളുകൾ അകത്തേക്ക് കയറിയതിന് ശേഷം പിന്നെ അവരങ്ങ് ശാന്തരായിട്ട് നിൽക്കുകയാണ്. അവരായിട്ട് പുറത്തു നിന്ന് അതിനുശേഷം ഗേറ്റ് തള്ളി തുറക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ആളുകൾ അടച്ചതിന് ശേഷം റെഡ് വോളണ്ടിയേഴ്സ് അവിടെ നിന്ന് പോരും. അപ്പോൾ ആളുകളെ അതുകൊണ്ട് റെഡ് വോളണ്ടിയേഴ്സിനെ ധിക്കരിച്ച് തള്ളി തുറന്ന് ഗേറ്റ് പൊളിച്ചിട്ട് അകത്തേക്ക് കയറുന്ന ആൾക്കൂട്ടം അല്ല അത്. പക്ഷേ അപ്പോഴും ഈ വശത്ത് നിന്ന് ഇത് കാണുമ്പോൾ ഇതിങ്ങനെ ആ സമയത്ത് ആളുകൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാകുന്ന ദൃശ്യമാണത്. ഒരു നിയന്ത്രിക്കാനാകാത്ത ആൾക്കൂട്ടം എന്ന വാക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. പക്ഷേ അത് തെറ്റാണ്. നിയന്ത്രിക്കാനാകുന്ന ആൾക്കൂട്ടമാണ്. ആ അർത്ഥത്തിൽ ആൾക്കൂട്ടം തന്നെയുമല്ല, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട്, ഒരു പാർട്ടി നേതാവിനോട് അങ്ങേയറ്റം ആദരവ് വഹിച്ചുകൊണ്ട് നിയന്ത്രിക്കപ്പെടാൻ തയ്യാറായിരിക്കുന്ന, അതിന് വഴങ്ങാൻ തയ്യാറായിരിക്കുന്ന ആൾക്കൂട്ടമാണ് എന്ന് ഉടനടി തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു. എങ്കിലും അടുത്ത ഘട്ടത്തിൽ എനിക്കറിയാം, ഈ ഗേറ്റ് തുറക്കുമ്പോൾ ആളുകൾ തള്ളി ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു റിപ്പോർട്ടർ നിലയ്ക്ക് എനിക്ക് വലിയ ആശങ്ക മനസ്സിലേക്ക് വരും. പക്ഷേ ഉടനടി അവർ റെഡ് വോളണ്ടിയേഴ്സ് അത് തടഞ്ഞ് ഗേറ്റ് അടച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാക്കളെ നമുക്ക് കാണാം. അവിടെ വി കെ സനോജും മറ്റുള്ളവരുണ്ട്. നേരത്തെ മുതിർന്ന നേതാക്കളും വന്നിരുന്നു. പക്ഷേ നേതാക്കളുടെ ഒരു പ്രസൻസ് കൊണ്ടല്ല യഥാർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെടുന്നത്. അത് അവരവരുടെ ഈ വന്നു നിൽക്കുന്ന ആളുകളുടെ ഒരു ആത്മനിയന്ത്രണം കൊണ്ട് തന്നെയാണ്. അതെനിക്ക് ഇത്രയും നേരം കൊണ്ടത് മനസ്സിലായിട്ടുണ്ട്. അവർ തള്ളി തുറക്കുമ്പോൾ ആളെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ അവരാളുകൾ എല്ലാവരും കൂടെ തള്ളി അകത്തേക്ക് വരികയാണ്. പരമാവധി ആളുകൾ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കും. ആ സമയത്ത് അവർ ഗേറ്റിന് മേൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് അടച്ചാൽ ഉടനെ അവർ അതിനോട് വഴങ്ങുന്നുണ്ട്. ചില ചെറിയ അക്ഷമ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന തോന്നൽ കൂടിയാണ് നമുക്ക് വരിക. അതായത് ഇത്രയും നേരം അവർ നിൽക്കുകയാണ്. ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. പുലർച്ചെ വന്ന മനുഷ്യരാണ്. അപ്പോൾ ഇത്രയും നേരം ആളുകൾ നിൽക്കുകയാണ്. എന്നിട്ടും അവർ പിരിഞ്ഞു പോകുന്നില്ല. തിരിച്ചു പോയേക്കാം എന്ന് കരുതുന്നില്ല. ഇവിടെ വന്ന് അകത്ത് കയറി ഈ പ്രഷറിനകത്തൂടെ വന്ന സ്ത്രീയോട് നേരത്തെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇല്ല, ഞാൻ തിരിച്ചു പോകാൻ ആലോചിച്ചിരുന്നില്ല, ഉറപ്പായിട്ടും കണ്ടതിന് ശേഷം ആദരാഞ്ജലി അർപ്പിച്ച ശേഷം മാത്രമേ പോകൂ എന്നാണ്. വി എസ് അച്യുതാനന്ദൻ എത്രമാത്രം പ്രിയപ്പെട്ട ജനനേതാവായിരുന്നു, എത്രക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം കേരളത്തിനാകെ തന്നെയും എന്ന് ഓരോ നിമിഷവും തെളിയിക്കുന്ന സംഭവങ്ങളാണ് എൻ്റെ മുന്നിൽ എനിക്ക് കാണുന്നത്. എനിക്കത് ഓരോ ഘട്ടത്തിലും ഈ സംഭവം ഒരു രാഷ്ട്രീയ സംഭവമാണല്ലോ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തെ ഒരു മഹാസംഭവമാണല്ലോ എന്നത് നമുക്ക് അറിയാം. നമ്മളിപ്പോൾ വലിയ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളിലെ ആൾക്കൂട്ടം വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ ക്ഷേത്ര പരിപാടികൾ നമുക്കുണ്ട്. നിശ്ചയമായിട്ടും വലിയ ആത്മാർത്ഥമായുള്ള വിശ്വാസമാണ് ആ മനുഷ്യരെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. അതേ തരത്തിൽ അഗാധമായുള്ള വിശ്വാസമാണ് ഈ മനുഷ്യരെ എവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു ആരാധനാലയങ്ങളിൽ കണ്ടതിനേക്കാൾ വലിയ ആൾക്കൂട്ടമാണ് ഈ കാണുന്നത് എന്ന് പറയാൻ എനിക്ക് മടിയില്ല. ഏതെങ്കിലും വലിയ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ കണ്ടതിനേക്കാൾ വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ കാണുന്നത്. CPIMൻ്റെ തന്നെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന പരിപാടികൾ എത്രയോ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, എത്രയോ നമ്മൾ ടെലിവിഷനിലൂടെ കണ്ടിരിക്കുന്നു, നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ കണ്ടിരിക്കുന്നു. ആ CPMൻ്റെ തന്നെ വലിയ പരിപാടികളെക്കാൾ എത്രയോ വലിയ ആൾക്കൂട്ടമാണ് ഇവിടേക്ക് വന്നു നിൽക്കുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. രാവിലെ 9 മണിക്ക് ഇവിടെ പൊതുദർശനത്തിന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഇപ്പോൾ സമയം എന്തായി എന്ന് ആലോചിച്ച് നോക്കൂ. 9 മണിക്ക് എത്തേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണ് ആ തിരക്ക് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നത് എന്ന് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് അദ്ദേഹത്തെ കാണാൻ, ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടെ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന മനുഷ്യർക്ക് അവസരം നൽകേണ്ടതുണ്ട്. നിശ്ചയമായിട്ടും എനിക്കറിയാം അവിടെ ഇത്ര തന്നെ ആളുകൾ അവിടെയും തടിച്ചുകൂടി നിൽക്കുന്നുണ്ടാകണം. അപ്പോൾ അവർക്ക് അവസരം നൽകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അടയാള സ്ഥലങ്ങളിലൊന്നായ പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അവിടെയും ആളുകൾ ഒരുപാട് നിശ്ചയമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഈ ആളുകൾ മുഴുവൻ അദ്ദേഹത്തെ കാണാൻ കാത്തു നിൽക്കുകയാണ്. ഇതെപ്പോൾ കഴിയും എന്ന് എനിക്ക് പ്രവചിക്കാൻ പോലും സാധിക്കുന്നില്ല. എപ്പോഴാണ് ഇതിവിടെ കഴിയുക, എപ്പോഴാണ് ഭൗതിക ശരീരത്തെ വീണ്ടും വാഹനത്തിലേക്ക് മാറ്റിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. രാവിലെ 8 മണിക്ക് വന്ന് 8-8:30 ആ സമയത്തോടു കൂടി വന്നിട്ട് ഇവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്താണ് ഒരല്പ സൗകര്യമുള്ള സ്ഥലത്ത് ഒരു കസേരയിട്ട് ഇരുന്നിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ മരത്തിന് മുകളിലായിരുന്നു.
അപ്പോൾ ഇത്രയും ഒട്ടും സൗകര്യമില്ലാതെ ഈ മനുഷ്യരിങ്ങനെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് വന്ന മനുഷ്യർ അവിടെ നിൽക്കുകയാണ്. ഇതാണ് അതിലെ കാര്യം. വലിയ ആൾക്കൂട്ടം, ഒരു കൂട്ടം ആളുകളെ കൂടെ ഗേറ്റ് തുറന്ന് പെൺവാളണ്ടിയർ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകണം. വളരെയേറെ ശാരീരികമായിട്ട് ക്ഷീണിച്ചുകൊണ്ടാണ് വലിയ പ്രായം ചെന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ എൻ്റെ മുന്നിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. ചേട്ടാ ഇവിടെ ഇരുന്നോ കുറച്ചു നേരം. വയ്യാതെ ആളുകൾ എൻ്റെ മുന്നിലേക്ക് വന്ന് വരികയാണ്. പക്ഷേ അവർ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്നില്ല, അവരങ്ങോട്ടേക്ക് കടന്നു പോവുകയാണ്. വളരെ വലിയ ആൾക്കൂട്ടം. എനിക്ക് തോന്നുന്നു നേരത്തെ കടത്തിവിട്ടതിനേക്കാൾ കൂടുതൽ ആളുകളെ ഇപ്പോൾ അകത്തേക്ക് കടത്തിവിടുന്നുണ്ട്. ഗേറ്റ് പിന്നെയും അടച്ചു. അവിടുത്തെ അനൗൺസ്മെന്റ് പുതുതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം റിക്രിയേഷൻ ഹാളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ കുറച്ച് പേര് കൂടെ ഉണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കൊണ്ടുവരിക. ഒരുപാട് ആളുകൾ പുറത്ത് തടിച്ചുകൂടി നിൽക്കുമ്പോൾ തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കടന്നു വന്ന ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുറത്തേക്ക് വലിയ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം. നമുക്ക് അത്യുച്ചത്തിൽ മുഴങ്ങുന്ന മുദ്രാവാക്യം വിളികൾ കേൾക്കാം. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ മുദ്രാവാക്യം വിളികളായിരിക്കും കേൾക്കുന്നത്. പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്ന ജനമുണ്ട്. അവർക്ക് എല്ലാവർക്കും വന്ന് അകത്ത് കയറിയിട്ട് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ ആളുകളുണ്ട്. അവരോട് ക്ഷമാപണം പറഞ്ഞുകൊണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ ഭൗതിക പുറത്തിപ്പോഴും തടിച്ചുകൂടി അവരെ പക്ഷേ തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇതാ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലമായിരുന്ന ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. അടുത്ത റിക്രിയേഷൻ ഹാളിലേക്കാണ് കൊണ്ടുപോവുക, ഗ്രൗണ്ടിലേക്കാണ് കൊണ്ടുപോവുക. VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ്, CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അത്യുന്നതനായിട്ടുള്ള നേതാവ്, ചരിത്രം എക്കാലത്തും ഓർത്തുവെക്കുന്ന VS അച്യുതാനന്ദൻ എന്ന മഹാമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ പാർട്ടി ആസ്ഥാനത്ത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ ആലപ്പുഴയിലെ പാർട്ടി ആസ്ഥാനത്ത് അന്ത്യാഭിവാദ്യങ്ങൾക്ക് വേണ്ടി വെച്ചതിന് ശേഷം ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. എനിക്ക് മുന്നിൽ ഞാൻ കാണുന്നത് മുഷ്ടി ചുരുട്ടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കൂട്ടത്തെയാണ്. മണിക്കൂറുകളോളം പുറത്ത് വലിയ തിരക്കിനിടയിൽ ജനത്തിരക്കിടയിൽ കാത്തുനിന്ന മനുഷ്യർ അദ്ദേഹത്തിൻ്റെ കണ്ണേ പൊന്നെ VS ഞങ്ങളുടെ കരളിലെ റോസാപ്പൂവ് എന്ന മുദ്രാവാക്യം വിളികളുമായിട്ട് അവർക്ക് യാത്രയയപ്പ് നൽകുകയാണ്. ആ ശബ്ദം കേൾക്കാം നമുക്ക്.